ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ പുതുക്കിയ എക്സാം പാറ്റേണും അതുപോലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ വർഷത്തേക്കാളും ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. ആകെ 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ പുതിയ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. 9ാം ക്ലാസ്സിന് ഫസ്റ്റ് സെക്ഷനിൽ 1 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 8 ക്വസ്റ്റ്യന് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 8 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. അവിടെ ചോയ്സ് ഇല്ല, ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല. സെക്ഷൻ ബി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ 2 ക്വസ്റ്റ്യൻസിന് ഓർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 8 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 6 ക്വസ്റ്റ്യൻസ് ചെയ്യുക. 2 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അങ്ങനെയല്ല, ഇവിടെ നിങ്ങൾക്ക് 2 സ്പെസിഫിക് ക്വസ്റ്റ്യൻസിനേ ഉള്ളൂ ഓർ ക്വസ്റ്റ്യൻ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 11th ക്വസ്റ്റ്യന് ചോയ്സ് ഉണ്ടെന്ന് വെച്ചോ. ഈ 11th ക്വസ്റ്റ്യനകത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തരും. അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് 11th ഓർ ക്വസ്റ്റ്യൻസ് 2 അറിയാമെങ്കിലും 2 ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എക്സ്ട്രാ കിട്ടത്തൊന്നുമില്ല. അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇനി സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. ഓറുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യാക്കത്തുള്ളൂ, ചോയ്സ് എ ഓർ ബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സെക്ഷൻ സിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ്, ഓരോന്നിനും 4 മാർക്ക് വെച്ച്. ഇവിടെയും 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ഉണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷൻ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. 2 ക്വസ്റ്റ്യൻസിന് ചോയ്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് മോഡൽ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് 9ാം ക്ലാസ്സിൻ്റെ പുതിയ എക്സാം പാറ്റേൺ. കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. നിങ്ങളിതുവരെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ലായിരിക്കും. ഈ ഒരു ഓണപ്പരീക്ഷ തൊട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് സെക്ഷനിലെ 8 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് 2 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എല്ലാം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബാക്കി ക്വസ്റ്റ്യൻ സൊല്യൂഷൻ അടുത്ത വീഡിയോയിൽ വരുന്നത്. ഈ സെക്ഷൻ എയിൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ABCD എന്ന് 4 ഓപ്ഷൻസ് തരും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, യൂസിങ് 40 × 80 = 3200 വി കാൽക്കുലേറ്റ് 41 × 81 as. നമുക്ക് 40 × 80 അവർ തന്നിട്ടുണ്ട്. ഇനി 41 × 81 നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. 41 × 81 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 40 + 1 × 80 + 1 സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 40 × 80 + 40 + 80 + 1 എന്ന് കിട്ടും. 40 × 80 എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്, എന്താ 3200 + 40 + 80 + 1. നമ്മൾ ആൻസർ മൊത്തവും കണ്ടുപിടിക്കേണ്ട, കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്, 3200 + 40 + 80 തന്നിട്ടുണ്ട്. 3200 + 40 + 1 തന്നിട്ടുണ്ട്. 3200 + 40 + 80 + 1 തന്നിട്ടുണ്ട്. 3200 + 10 തന്നിട്ടുണ്ട് അല്ലേ. ഏതാ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതല്ലേ നമുക്കിപ്പോൾ കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ദി പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് മീഡിയൻസ്. ഈ ഒരു പിക്ചർ, താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ട്രയാങ്കിളും ഈ ട്രയാങ്കിളിൻ്റെ ഒരു മീഡിയനും വരച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ഈ ട്രയാങ്കിളിൻ്റെ ബോട്ടം സൈഡ് അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ പാദം, ഏറ്റവും താഴത്തെ സൈഡിൻ്റെ ലെങ്ത് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മീഡിയൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് ആ ട്രയാങ്കിളിൻ്റെ മീഡിയൻ. ഇവിടെ നോക്ക്, ഇത് ട്രയാങ്കിളിൻ്റെ മീഡിയൻ അല്ലേ എന്ന് വെച്ചാൽ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഈ ബോട്ടം സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലോട്ട് വരച്ചേക്കുന്ന ലൈനാണ് ഇത്. ഒരു പാർട്ട് 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടും എന്ത് തന്നെ ആയിരിക്കും, 3 സെൻറ്റിമീറ്റർ ആയിരിക്കില്ല. കാരണം ഇത് മിഡ് പോയിൻ്റ് അല്ലേ. അത് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും, 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടം സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്, 3 + 3 6 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷനിലുണ്ടോ നോക്കാം. ഡി, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 centimeters ആൻഡ് വൺ സൈഡ് ഈസ് 10 centimeter ലോങ്ങർ ദാൻ ദി അതർ. ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്, 40 സെൻറ്റിമീറ്റർ ആണ്. ഇനി എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്, 1 സൈഡ് ഈസ് 10 centimeter ലോങ്ങർ ദാൻ ദി അതർ. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 10 സെൻറ്റിമീറ്റർ കൂടുതലാണ്.
അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 × L+B. ഈ 2 × L+B അല്ലേ നമുക്ക് തന്നേക്കുന്ന 40, പെരിമീറ്റർ 40 എന്നല്ലേ തന്നേക്കുന്നത്. 2 × L+B ആണ് 40. അങ്ങനെയാണെങ്കിൽ L+B എന്തായിരിക്കും? 40/2 20 ആയിരിക്കും. സൈഡ് മറ്റേ സൈഡിനേക്കാളും 10 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലേ? ചെറിയ സൈഡ് ഞാൻ ബ്രെഡ്ത്ത് വീതി ചെറുതായിട്ട് എടുത്തു. അങ്ങനെയാണ് വീതി ഞാൻ എന്ത് കൊടുത്തു? ബ്രെഡ്ത്ത് എന്ത് കൊടുത്തു? X എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് എത്ര ആയിരിക്കും? ലെങ്ത്ത് X+10 ആയിരിക്കും അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് = 20. അതായത് X+10 + X ആണെന്നത് 20. അതായത് 2X + 10 ആണ് 20 അല്ലേ? ഇനി അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? 2X + 10 = 40, 2X + 10 = 20, X + 5 = 20, X + 10 = 20. ഏതാണ് കറക്റ്റ് ആൻസർ? 2X + 10 = 20. സി ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഫോർത്ത് സൈഡ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഇൻ ദി പിക്ചർ? ഇതെന്താണ്? ഒരു ചതുർഭുജമാണ്, അല്ലെങ്കിൽ ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. ഇതിൻ്റെ 4ാമത്തെ സൈഡ്, ഈ ഒരു സൈഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ ബാക്കി 3 സൈഡും തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 4ാമത്തെ സൈഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതെന്താ? ഈ ഒരു ക്വാഡ്രിലാറ്ററലിനെ രണ്ട് റൈറ്റ് ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇത് രണ്ടും എന്താണ്? റൈറ്റ് ട്രയാങ്കിളാണ്. ഇവിടെ ഒരു സൈഡ് 1, ഇവിടെ ഓൾട്ടിറ്റ്യൂഡ്, ബേസും ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പർന്യൂസ് എന്തായിരിക്കും? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അല്ലേ ഹൈപ്പർന്യൂസ്? ഈ ഹൈപ്പർന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ത്രികോണത്തിൻ്റെ കർണം എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? √(1² + 1² ആയിരിക്കും. ഇവിടെ എന്ത് കിട്ടും നമുക്ക്? √(1² + 1², അതായത് √(1 + 1) √2 എന്ന് കിട്ടും. ഈ ഒരു ഹൈപ്പർന്യൂസിൻ്റെ ലെങ്ത് എത്രയാണ്? √2 ആണ്. ഇനി ഇത് √2, അതിൻ്റെ ബേസ് 1. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പർന്യൂസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്തായിരിക്കും? √2ൻ്റെ സ്ക്വയർ + 1² √2ൻ്റെ സ്ക്വയർ എന്താണ്? 2 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. എന്ത് കിട്ടും? √3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് നമുക്ക് എന്ത് കിട്ടി? √3 എന്ന് കിട്ടി. √3 ആൻസറിലുണ്ടോ എന്ന് നോക്കാം. 4ാമത്തെ സൈഡ് കണ്ടുപിടിക്കാനല്ലായിരുന്നോ? √3 ആൻസറിലുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 5ാമത്തെ ക്വസ്റ്റ്യൻ: ദി സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 19 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 5. 2 സംഖ്യകളുടെ സമ്മ്, തുകയെന്ന് പറയുന്ന 19ഉം അവരുടെ ഡിഫറൻസ് എന്താണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചത്. ഈ 2 നമ്പേഴ്സ് ഞാൻ X എന്നും Y എന്നും എടുത്തു. ഇതിൻ്റെ തുക സമ്മെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 19 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് X - Y എന്നുള്ള എന്താണ്? 5 ആണ്. ഇവിടെ ഞാൻ വലിയ സംഖ്യ X എന്നാണ് എടുത്തേക്കുന്നത്. വലുതെന്നല്ല, നമുക്ക് ചെറുത് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. വലിയ സംഖ്യ Xും ചെറിയ സംഖ്യ Yയും. അങ്ങനെയാണ് X കണ്ടുപിടിച്ചാൽ പോരെ. ഇനി X + Yയും X - Y എന്നുമല്ലേ നമുക്ക് കിട്ടിയ 2 ഇക്വേഷൻസ്. ഇതിൽ X കിട്ടണമെങ്കിൽ എന്താണ്? ഈ Yയുടെ ടേം ക്യാൻസലായി പോകണം. ഇവിടെ Yയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്, ഇവിടെ -1 ആണ്. എന്ത് ചെയ്താൽ മതി? ഈ 2 ഇക്വേഷൻസ് ആഡ് ചെയ്താൽ മതി. ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ Y - Y എന്തായി പോകും? 0 ആയി പോകും. 19 + 5 എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. ഇവിടെ Y - Y 0 ആണ്. 2X = 24 നമുക്ക് കിട്ടും. അങ്ങനെയാണ് X എത്ര ആയിരിക്കും? 12 ആയിരിക്കും. ആണ് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദി പിക്ചർ ദി ഹൊറിസോണ്ടൽ ലൈൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട്. താഴത്തെ ഫിഗറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പാരലൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പാരലൽ ലൈൻസ്, അതുപോലെ അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. ദി സ്ലാൻഡഡ് ലൈൻ കട്ട്സ് സം ഓഫ് ദീസ് അറ്റ് A, B, C. ഒരു സ്ലാൻഡഡ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലെ ചില ലൈൻസിനെ A, B, C എന്നീ പോയിന്റുകളിൽ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AB ഈസ് BC എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ 6 ഹൊറിസോണ്ടൽ ലൈൻസ്, ഇതെന്താണ്? ഇത് പാരലൽ ആണെന്ന് പറയും. ഈ 6 ലൈൻസും എന്താണ്? പാരലലാണ്. ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ്. ഒരു സ്ലാൻഡഡ് ലൈൻ, ഇവിടെ റെഡ് ലൈൻ കൊടുത്തേക്കുന്ന ഒരു സ്ലാൻഡഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൽ A, B, C എന്ന് 3 പോയിൻറ്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? AB ഈസ് BC അല്ലേ? ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അതൊരു ലൈനിനെ കട്ട് ചെയ്യുന്നത് ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള എല്ലാ
ഇവിടെ എല്ലാ പാരലൽ ലൈൻസ് നമ്മുടെ ഡിസ്റ്റൻസ് സെയിം അല്ലേ, അന്നേരം ഈ വരച്ചേക്കുന്ന ലൈനിനെ കട്ട് ചെയ്യുന്നതും ഈക്വൽ ആയിട്ടായിരിക്കത്തില്ലേ. ഈ ഒരു പാർട്ട് എക്സ് ആണെങ്കിൽ ഈ ഒരു പാർട്ട് എക്സ് ആയിരിക്കും. അതുപോലെ ഈ 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 6 പാർട്ട് എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെയായിരിക്കും. എ ബി ഈസ് ടു ബി സി അല്ലേ നമുക്ക് റേഷ്യോ വേണ്ടേ. എ ബി നോക്കുവാണെങ്കിൽ ഒരു പാർട്ട് എക്സ് ആണെങ്കിൽ ഈ 2 പാർട്ട് എന്തായിരിക്കും? 2x ആയിരിക്കും. ഇവിടെ എത്ര പാർട്ടുണ്ട്? 3 പാർട്ടുണ്ട്. ഇതിനെന്താണെന്ന് പറയാം? 3x എന്ന് പറയാം അല്ലേ. എ ബി ഈസ് ടു ബി സി എന്ന് പറയുന്നത് നമുക്ക് 2x ഈസ് ടു 3x എന്ന് എഴുതാം. അതിൽ നിന്ന് എന്ത് കിട്ടും? എ ബി ഈസ് ടു ബി സി ഈക്വൽ ടു 2 ഈസ് ടു 3 എന്ന് കിട്ടും. ഇനി ആൻസർ ഓപ്ഷനിലുണ്ടോ നോക്കാം. ഇവിടെ 2:5 ഉണ്ട്, 5:2 ഉണ്ട്, 2:3 ഉണ്ട്, 3:2 ഉണ്ട്. നമ്മുടെ ആൻസർ എന്താ? 2:3. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ഈസ് നോട്ട് ദി സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഓർ ഫ്രാക്ഷൻ. 2 എന്തല്ല? ഒരു നാച്ചുറൽ നമ്പറിൻ്റെയും ഒരു ഫ്രാക്ഷൻ്റെയും സ്ക്വയർ അല്ല. 2 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയുടെയും സ്ക്വയർ അല്ല, ഒരു ഭിന്നസംഖ്യയുടെയും സ്ക്വയർ അല്ല എന്നാണ് പറയുന്നത്. ശരിയാണല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് നമുക്ക് പറയാം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ബി ട്രൂ ആണോ നോക്കാം. 2 ഈസ് ദി സ്ക്വയർ ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 1 and 2. 1നും 2നും ഇടയ്ക്കുള്ളൊരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2 അല്ലേ. എന്തായിരുന്നു? √2ൻ്റെ സ്ക്വയർ അല്ലേ ഈ 2. √2ൻ്റെ വാല്യൂ എന്തുവായിരുന്നു? 1.4142 എക്സെട്ര അല്ലേ. അന്നേരം 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ളൊരു നമ്പർ അല്ലേ ഇത്. 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ളൊരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2. അതായത് √2ൻ്റെ സ്ക്വയർ ആണെന്ത്? 2. നമ്മൾ നോക്കുമ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. തന്നേക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് എഴുതണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ് അല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താ തന്നേക്കുന്നത്? എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ്. ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണോ? കാരണം 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ട്രൂ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. എ ഈസ് ഫോൾസ്, ബി ഈസ് ട്രൂ. ഇവിടെ എ ഈസ് ഫോൾസ് എന്ന് പറയുന്നത് എ നമുക്ക് എന്താണ്? ട്രൂ ആണെന്നല്ലേ കിട്ടിയേക്കുന്നത്. അതായത് സെക്കൻഡ് ഓപ്ഷനും എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ആർ ട്രൂ. നമുക്ക് കിട്ടിയത് ബോത്ത് ആർ ട്രൂ എന്നല്ലേ. ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. 2ഉം ട്രൂ ആണ്. അതുപോലെ ബി എന്താണ്? റീസൺ ഫോർ എ ആണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദി റീസൺ ഫോർ എ. 2ഉം ട്രൂ ആണ്. അതുപോലെ ബി എന്തല്ല? എയുടെ റീസൺ അല്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് ആ ഒരു റിലേഷനാണ് ഇനി നോക്കാനുള്ളത്. 3ഉം 4ഉം എന്താ പറയുന്നത്? 2ഉം ട്രൂ ആണെന്ന് പറയുന്നത്. നമുക്ക് 2ഉം ട്രൂ ആണെന്ന് കിട്ടി. ഇനി ബി റീസൺ ഫോർ എ ആണോ അതോ നോട്ട് ദ റീസൺ ഫോർ എ ആണോ നമുക്ക് നോക്കണം. എന്നുവെച്ചാൽ ബിയും എയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമുക്ക് ബി എന്തോ പറഞ്ഞിട്ടുള്ളത്? 2 ഈസ് ദി സ്ക്വയർ ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 1 and 2 അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ബി എന്തോ പറഞ്ഞത്? 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ത്? 2. 1നും 2ൻ്റെ ഇടയ്ക്ക് നമ്പർ എക്സ് എന്ന് കൊടുക്കാം. ഈ എക്സിൻ്റെ സ്ക്വയർ ആണെന്ത്? 2. നമുക്കറിയാം എന്തിൻ്റെ സ്ക്വയറാണ് 2? √2ൻ്റെ സ്ക്വയർ ആണ് 2 അല്ലേ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ബി എങ്ങനെയാണ് എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. റിലേറ്റഡ് ആണോ അല്ലേ എന്ന് നോക്കണം. ഇവിടെ 2 ഈസ് നോട്ട് ദി സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഓർ ഫ്രാക്ഷൻ. എന്താണ് എ പറയുന്നത്? 2 എന്ന് പറയുന്നത് ഒരെണ്ണൽ സംഖ്യയുടെയും സ്ക്വയർ അല്ല, ഒരു ഭിന്നസംഖ്യയുടെയും സ്ക്വയർ അല്ല എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബിയിൽ നിന്ന് ക്ലിയർ ആയിട്ട് എന്ത് കിട്ടി? √2ൻ്റെ സ്ക്വയർ ആണ് 2 അല്ലേ. √2ൻ്റെ സ്ക്വയർ ആണ് 2. √2 എന്തല്ല? ഒരു എണ്ണൽ സംഖ്യയും അല്ല, ഒരു ഫ്രാക്ഷനും അല്ല അല്ലേ. ഒരു ഭിന്നസംഖ്യയും അല്ല, ഒരു എണ്ണൽ സംഖ്യയും അല്ല √2. അത് നമുക്ക് എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നല്ലേ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുന്നേ. അതെന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, ബി ഈസ് ദ റീസൺ ഫോർ എ. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 1/4 ഓഫ് ദി ഒറിജിനൽ ട്രയാങ്കിൾ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? 3 or more parallel lines cut any 2 lines in the same ratio. എന്താണ്? 3ഓ അതിലധികമോ പാരലൽ ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഏത് 2 ലൈൻസിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ബി ട്രൂ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് എ ട്രൂ അല്ലേ, അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്.
നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിളിനെ മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ വലിയ ട്രയാങ്കിളിൻ്റെ 1/4 ആയിരിക്കും, അല്ലെങ്കിൽ 4/1 ഭാഗമായിരിക്കും. ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് എയും കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ബിയും കറക്റ്റാണ്. നമ്മുടെ ഓപ്ഷൻസ് എന്താ? എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ്. തെറ്റല്ലേ? കാരണം രണ്ടും നമുക്ക് എന്താണെന്ന് കിട്ടി? ട്രൂ ആണെന്ന് കിട്ടി. ഇനി അടുത്ത എ ഈസ് ഫോൾസ്, ബി ഈസ് ട്രൂ. അതും തെറ്റല്ലേ? കാരണം രണ്ടും എന്താണ്? ട്രൂ ആണ്. എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. നാലാമത്തെ ഓപ്ഷനോ? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദി റീസൺ ഫോർ എ. നമ്മൾ ഇതിൽ 2 ട്രയാങ്കിൾസ് എടുത്ത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ വലിയ ട്രയാങ്കിളിൻ്റെ 1/4 ആണെന്ന് പ്രൂവ് ചെയ്തേക്കുന്നത് അല്ലേ? അത് നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെൻറ്റ് ബി ഡയറക്റ്റ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു കാര്യം അവിടെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ത് ചെയ്യുന്നില്ല? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ബി എന്തല്ല? റീസൺ ഫോർ എ അല്ല. ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദി റീസൺ ഫോർ എ. ഓക്കെ അല്ലേ? ഇതാണ് 1 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോകളിലായിട്ട് ഇടുന്നതായിരിക്കും.